വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ വിളിച്ചു വരുത്തി സുപ്രീം കോടതി കൊളീജിയം. ചൊവ്വാഴ്ച കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിലാണ് ഹാജരാകേണ്ടത്. VHB പരിപാടിയിലാണ് ശേഖർ കുമാർ യാദവ് വിദ്വേഷ പ്രസംഗം നടത്തിയത്. നോബിൾ മാരിക്കാരനോട് വിശദാംശങ്ങളുമായി. നോബിൾ, എന്തായാലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പരാമർശത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആര്യ, ചൊവ്വാഴ്ചയാണ് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജുഡീഷ്യറിയുടെ സ്വതന്ത്രത അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നത്. ആണെങ്കിലും അതിനു പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൽ ശേഖർ കുമാർ യാദവ് പറയുക എന്താണ് പ്രധാനപ്പെട്ട കാര്യം? നേരത്തെ തന്നെ ഇതിൽ സുപ്രീം കോടതി റിപ്പോർട്ട് കൂടി തേടിയ പശ്ചാത്തലത്തിൽ എന്ത് നടപടി ഇതിൽ സ്വീകരിക്കും എന്നതും കൊളീജിയം സ്വീകരിക്കും എന്നതും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള നടപടികൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ ഒരു പ്രമേയം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കൊളീജിയം എന്താണെങ്കിലും ചൊവ്വാഴ്ച ശേഖർ കുമാർ യാദവിനോട് നേരിട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്.